ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സോയ ഫ്രൈയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് 1 കപ്പ് അളവിൽ സോയ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർക്കണം. ചൂടുവെള്ളത്തിലാണ് കുതിർക്കാനായിട്ട് വെക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വെക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞ് അത് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ഊറ്റിയെടുക്കണം. ഈ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഈ ഒരു പരുവത്തിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലേക്ക് മസാലയായിട്ട് ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇത്രയും പൊടികൾ ചേർത്ത് ഈ പൊടികളെല്ലാം ഇതിനകത്തേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർക്കുക. ഇനി വളരെ സിമ്പിളാണ്. ഒരു പാനിൽ എണ്ണയൊഴിച്ച് നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ അതിനകത്തേക്കിട്ട് സ്ലോ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരല്പം ടേസ്റ്റ് കൂടാനായിട്ട് ഞാനിതിലേക്ക് തേങ്ങയുടെ കൊത്തും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പച്ചമുളക് സ്ലൈസ് ചെയ്തിട്ട് ഇടാൻ പറ്റും. എരിവിനനുസരിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുരുമുളകും മുളക് പൊടിയും മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു കൂട്ടാനാണിത്. പ്രത്യേകിച്ച് ഒരുപാട് ഓയിലിൽ ഫ്രൈ ചെയ്തൊന്നും എടുക്കേണ്ട. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതേ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സോയ ഫ്രൈ ആണ്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കുക. താങ്ക് യു സോ മച്ച്.